പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 പെൺമക്കളിൽ രണ്ടാമത്തേതാണ് ബഹുമാനപ്പെട്ട റുഖിയ ബീവി റളിയല്ലാഹു അൻഹ. മൂന്നാമത്തേത് ബഹുമാന മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ 2 മഹദികളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നതും മദീനയിലെ നമ്മൾ ഈ കാണുന്ന ജന്നത്തുൽ ബഖീയിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 33ാമത്തെ വയസ്സിൽ ജനിച്ച റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവ് അബൂലഹബിന്റെ മകൻ ഉത്തുബയായിരുന്നു. മഹദിയുടെ ഭർത്താവിന്റെ പിതാവ് അബൂലഹബിനെതിരെ ഖുർആനിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്തിറങ്ങിയപ്പോൾ പിതാവ് ഭർത്താവിനോട് മഹദിയെ വിവാഹമോചനം നടത്താൻ ആവശ്യപ്പെടുകയും അങ്ങനെ പിതാവിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവ് മഹദിയെ ഒഴിവാക്കുകയും വിവാഹമോചനം നടത്തുകയും ചെയ്തു. ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും മഹദിയും കൂടെ ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്, അതിനുശേഷം മദീനയിലേക്കും. എന്നാൽ ബീവിയുടെ മദീനവാസം കൂടുതൽ നീണ്ടു നിന്നില്ല. മഹദി അവർക്ക് ഹിജ്റ 2ാം വർഷം ബദർ യുദ്ധത്തിൻ്റെ ആ സമയത്ത് രോഗം ബാധിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ബദറിലേക്ക് വരേണ്ടതില്ല, നിങ്ങൾ മദീനയിൽ തന്നെ തങ്ങി റുഖിയയെ പരിചരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ നിൽക്കുകയും അങ്ങനെ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റമദാൻ 17-നാണ് മഹദി വഫാത്താകുന്നത്. ഇതുപോലെ തന്നെയാണ് മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഇവരെയും വിവാഹം ചെയ്തിരുന്നത് അബൂലഹബിന്റെ മറ്റൊരു മകനായ ഉത്തൈബയായിരുന്നു. അബൂലഹബിന്റെ 2 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തു എന്നല്ലാതെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് അബൂലഹബിന്റെ തബ്ബല്ലക്ക, നിനക്ക് നാശം, നീ തുലയട്ടെ എന്ന തെറിവിളിയും മറുപടിയായി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്തിന്റെ അവതരണവും ഉണ്ടാകുന്നത്. 2 മക്കളോടും അബൂലഹബ് വിവാഹമോചനം ആവശ്യപ്പെടുകയും അവരത് നടത്തുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ കാര്യം ആഗ്രഹിച്ചതായിരുന്നു. വിവാഹമോചന ശേഷം മഹദിയായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിലായി തന്നെ ഏറെ നാൾ കഴിഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നുമുണ്ട്. സഹോദരിയായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 3ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് ദുന്നൂറൈൻ എന്നാണ്. 2 പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് ഇതിന്റെ അർത്ഥം.